വട്ടിയൂർക്കാവ് എം.എൽ.എ. വി.കെ. പ്രശാന്തിന്റെ ഓഫീസ് കെട്ടിട വിവാദത്തിൽ തലസ്ഥാനത്ത് രാഷ്ട്രീയ പോര. വിഷയത്തിൽ കക്ഷി ചേർന്ന കോൺഗ്രസ് പ്രശാന്തിന്റെ ഓഫീസ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട വി.കെ. പ്രശാന്തിനെതിരായ രാഷ്ട്രീയ നീക്കം കൂടിയാണ് വിവാദത്തിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരം ലഭിച്ചതിന് പിന്നാലെയാണ് ബി.ജെ.പി. കൗൺസിലർ ആർ ശ്രീലേഖ വി.കെ. പ്രശാന്ത് എം.എൽ.എയോട് ഓഫീസ് കെട്ടിടമൊഴിയാൻ ആവശ്യപ്പെട്ടത്. ഇത് രാഷ്ട്രീയ വിവാദമായതോടെയാണ് കോൺഗ്രസും വിഷയത്തിൽ കക്ഷി ചേർന്നത്. ആർ ശ്രീലേഖയുടെ നിലപാടിനെ പിന്തുണച്ച കോൺഗ്രസ് വി.കെ. പ്രശാന്തിന്റെ ഓഫീസ് എം.എൽ.എ. ഹോസ്റ്റൽ മുറിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിൽ നമ്മുടെ നിലപാട് പ്രശാന്തിന്റെ 31-32 റൂമിലേക്ക് അദ്ദേഹം എന്തുകൊണ്ട് പോകുന്നില്ല. എന്നാൽ ബി.ജെ.പി. അജണ്ടയ്ക്ക് കുടപിടിക്കുകയാണ് കോൺഗ്രസ് എന്ന് വി.കെ. പ്രശാന്തിന്റെ മറുപടി. ഇപ്പൊ വാടക കുറവാണ് കാര്യമെങ്കിൽ അവർ വാടക വർദ്ധിപ്പിക്കട്ടെ, വാടക വർദ്ധിപ്പിച്ച് ന്യായമായിട്ടുള്ള വാടക കൊടുക്കാം. അപ്പൊ അതിന് പകരം ചെയ്യുന്നത് എന്താ? എം.എൽ.എ. അവിടെ ഇറക്കിയേ പറ്റൂ എന്ന വാശി ഇപ്പൊ ബി.ജെ.പിയേക്കാൾ കോൺഗ്രസിനാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണ് വട്ടിയൂർക്കാവിൽ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. എം.എൽ.എ. ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഒരു സെൻട്രൽ പോയിന്റാണ്. എല്ലാ ഭാഗത്തു നിന്നുള്ളവർക്കും വരാനും കാണാനും ഉള്ള ഒരു അവസരമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വട്ടിയൂർക്കാവിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എന്നെ കാണാൻ വന്നിട്ടുണ്ട്. ഇതോടെ ആർ ശ്രീലേഖ തുടക്കമിട്ട എം.എൽ.എ. ഓഫീസ് വിവാദം തലസ്ഥാന നഗരത്തെ പ്രധാന രാഷ്ട്രീയ പോരായി മാറി. മീഡിയ 1 തിരുവനന്തപുരം.